കണ്ണൂരിൽ വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ ഉണ്ടായ കല്ലേറിൽ പ്രതി അറസ്റ്റിൽ. കണ്ണൂർ സിറ്റി മൈതാനപ്പള്ളി സ്വദേശി AK അസ്ഹറുദ്ദീനെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് കല്ലേറുണ്ടായത്. വിശദാംശങ്ങളുമായി മനോജ് മയിൽ ചേരുന്നു. മനോജ്, വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ കല്ലെറിഞ്ഞ പ്രതി അറസ്റ്റിലായിരിക്കുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഷിനിത്ത്, കണ്ണൂരിൽ വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ ഉണ്ടായ കല്ലേറിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കണ്ണൂർ സിറ്റി മൈതാനപ്പള്ളി സ്വദേശി AK അസ്ഹറുദ്ദീനെയാണ് RPF ഇൻസ്പെക്ടർ J വർഗീസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ലഹരിയിൽ സുഹൃത്തുക്കൾക്കൊപ്പം നിന്ന് കല്ലേറ് നടത്തി എന്നാണ് ഈ പ്രതി RPFന് നൽകിയ മൊഴി. കഴിഞ്ഞ ദിവസം, അതായത് 8-ാം തീയതി രാത്രി 11 മണിയോടുകൂടിയാണ് തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡേക്ക് പോവുകയായിരുന്ന വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ കല്ലേറുണ്ടായത്. കല്ലേറിൽ ഈ വന്ദേ ഭാരതിന്റെ ജനറൽ ഗ്ലാസ് തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, പൊട്ടലുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് 6 പേരാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ കല്ല് എറിഞ്ഞത് ഈ അസ്ഹറുദ്ദീനാണെന്നാണ് RPF പറയുന്നത്. മറ്റ് 5 പേർക്കെതിരെ കേസെടുത്തുവെങ്കിലും അവരെ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് അസ്ഹറുദ്ദീനെതിരെ കേസെടുത്തത് എന്നാണ് RPF വ്യക്തമാക്കുന്നത്. തുടർച്ചയായി ട്രെയിനുകൾക്ക് നേരെ കല്ലേറുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം മാവേലി എക്സ്പ്രസിന് നേരെയും കല്ലേറ് ഉണ്ടായിരുന്നു. അത് തലശ്ശേരിക്കും കണ്ണൂരിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലത്ത് വെച്ച് കല്ലേറ് നടന്നു എന്നാണ് RPFന്റെ ഒരു നിഗമനം. കാരണം ആ സമയത്ത്, അതായത് ഈ കല്ലേറുണ്ടായ സമയം എന്ന് പറയുന്നത് ഒരു പുലർച്ചെ സമയമാണ്. ആ സമയത്ത് ട്രെയിൻ കണ്ണൂരിനും തലശ്ശേരിക്കും ഇടയിലാണ് ഉണ്ടാവുക. ആ സ്ഥലം കേന്ദ്രീകരിച്ചപ്പോൾ RPFന്റെ പരിശോധന നടക്കുകയാണ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പ്രധാനമായും നടക്കുന്നത്. ഇതിലാണ് ഈ പ്രതികളെ കണ്ടെത്തിയത്. കുറച്ചുപേർ അവിടെ നിൽക്കുന്നതായ ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു RPFന്. അതിൽ നിന്നാണ് ഈ പ്രതികളെ ഇപ്പോൾ ഈ വന്ദേ ഭാരതിന് കല്ലെറിഞ്ഞ കേസിലെ പ്രതിയെ പിടികൂടിയിട്ടുള്ളത്. RPF SI KM സുനിൽകുമാർ, ASI VV സഞ്ജയ്, OK അജേഷ്, M ബൈജു, K സജേഷ്, GRP ഇന്റലിജൻസിലെ NP ജിതിൻ എന്നിവരും ഈ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. എന്തായാലും ഇത്തരം കേസുകൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് RPF കാണുന്നത്. അതായത് ട്രെയിനുകൾക്ക് നേരെ ഉണ്ടാകുന്ന കല്ലേറ്, അത് ഒരു തരത്തിലും ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ അടക്കം ചേർത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് RPF വ്യക്തമാക്കുന്നത്. പൊതുമുതൽ നശിപ്പിച്ച കേസടക്കം ചുമത്തിയാണ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വലിയ ഒരു ക്രിമിനൽ കുറ്റം എന്നുള്ള രീതിയിൽ തന്നെയാണ് RPF ഇതിനെ കാണുന്നത്. അതുകൊണ്ട് കർശനമായ വ്യവസ്ഥകൾ ചേർത്തുകൊണ്ട് തന്നെ പ്രതികൾക്കെതിരെ കേസെടുക്കും, അറസ്റ്റ് ചെയ്യും എന്ന് RPF വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം എന്താണ് ഇത്തരത്തിലുള്ള ട്രെയിനുകൾക്ക് നേരെ ഇങ്ങനെ തുടർച്ചയായി കല്ലെറിയാനുണ്ടായ സാഹചര്യം എന്നതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണവും RPF നടത്തുന്നുണ്ട്. ഈ ലഹരി ഉപയോഗിച്ച് അവിടെ ഇരിക്കുകയായിരുന്ന ആളുകൾ കല്ലെറിഞ്ഞു എന്നുള്ള രീതിയിലാണ് ഈ പ്രതിയുടെ മൊഴി ഉള്ളത്. എന്നാൽ അത് പൂർണ്ണമായും RPF മുഖവിലേക്ക് എടുത്തിട്ടില്ല. മറ്റെന്തെങ്കിലും ഇവർക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി പരിശോധിക്കും എന്ന് RPF ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ഷിനിത്.